റോമൻ റെയിൻസ്, കോഡി റോഡ്സ് ഇവർക്ക് നടക്കുന്ന മാച്ചിന്റെ അവസാനത്തിൽ അങ്കിൾ ഹൗഡി വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇത്തരത്തിൽ ഒരു റൂമറെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെപ്പറ്റി പറയാം. അതിനോടൊപ്പം അലക്സ ബ്ലസ് അതുപോലെ തന്നെ അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ WWE മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയാം. ഇനി അലക്സ ബ്ലസിന്റെ റിട്ടേൺ നോക്കാം. അലക്സ ബ്ലസ് ബ്രേവ് ആയിട്ടുള്ള സമയത്ത് ഒരു ഡാർക്ക് ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും റിട്ടേൺ ചെയ്ത് വരുമ്പോൾ അതേ ക്യാരക്ടറിൽ തന്നെയായിരിക്കും വരിക. അതായത് ഒരു ഡാർക്ക് സൈഡ് ആയിട്ട് അവർ തിരിച്ചു വരാൻ സാധ്യതയുള്ളത് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന റോ എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ആ ഒരു റോയിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന്. ഇപ്പം അവർക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം ശരിയാകും എന്നറിയില്ല. ഇങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുള്ളത്. സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ നമ്മൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സമയത്തും അവർ ഡാർക്കായിട്ട് അല്ലെങ്കിൽ ബ്രേവ് വൈറ്റിന്റെ കൂടെ നിന്നതുപോലെ തന്നെയാണ് മുന്നോട്ട് പോവുക. കാരണം അങ്കിൾ ഹൗഡി റിട്ടേൺ ചെയ്തതിന് ശേഷം അങ്കിൾ ഹൗഡിയുമായി ഒന്നിച്ച് അലക്സ ബ്ലസ് സ്റ്റോറി ലൈൻ ചെയ്യും. ഇതാണ് ഇവരുടെ പ്ലാൻ ആയിട്ട് പറയുന്നത്. ഇനി റസൽമേനിയ 40 മെയിൻ ഇവന്റ് നടക്കുമ്പോൾ കോഡി റോഡ്സ് റോമൻ ഈ മാച്ചിൽ അങ്കിൾ ഹൗഡി വന്ന് റോമനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഈ ഒരു റൂമറിനെ പറ്റി പറയാം. അതായത് അങ്കിൾ ഹൗഡി വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്നും കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യുമെന്നും ചില റൂമർ ന്യൂസ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബ്രേവ് വൈറ്റുമായിട്ട് അതായത് ഫീൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് റോമൻ്റെ സ്റ്റോറി. ഫീൻഡിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ചാമ്പ്യൻഷിപ്പ് റോമൻ വാങ്ങിച്ചിട്ടുള്ളത്. അതായത് നേരിട്ടല്ല, ബ്രോൺ സ്ട്രോമനെ പിൻ ചെയ്ത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയെല്ലാം മുൻനിർത്തി അങ്കിൾ ഹൗഡി റോമനെ അറ്റാക്ക് ചെയ്യും എന്നാണ് ആ റൂമറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത അല്പം കുറവായിട്ടാണ് തോന്നുന്നത്. അത് ജസ്റ്റ് റൂമറായി തന്നെ മുന്നോട്ട് പോകും. ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ജോൺ സീന അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഇവരെയൊക്കെ നമുക്ക് ആ മാച്ചിൽ പ്രതീക്ഷിക്കാം എന്നാണ്. ഇനി അങ്കിൾ ഹൗഡി എന്നാണ് റിട്ടേൺ ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്കിൾ ഹൗഡി എന്ന ബോർഡ് അലസ് വരാൻ പോകുന്ന സമ്മർ സ്ലാമിലായിരിക്കും റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്ത് നല്ല നല്ല സ്റ്റോറി ലൈൻ എല്ലാം ചെയ്ത് ബോർഡ് അറസ്റ്റ് എന്ന അങ്കിൾ ഹൗഡി മുന്നോട്ട് പോകും, ബ്രേവ് വൈറ്റിൻ്റേത് പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ബ്രേവ് വൈറ്റിന്റെ ഡോക്യുമെന്ററിയിൽ അതിന്റെ അവസാനത്തോടു കൂടി അങ്കിൾ ഹൗഡി റിട്ടേൺ ചെയ്യുന്നതിന്റെ ചില ഹിന്റെല്ലാം WWE കാണിച്ചിട്ടുണ്ട്. അതായത് ഫോട്ടോയെല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ അങ്കിൾ ഹൗഡി എന്തായാലും റിട്ടേൺ ചെയ്യും. സമ്മർ സ്ലാം ആണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ റൂമറിൽ ഏറ്റവും കൂടുതൽ റസൽമേനിയ 40 റോമനെ ഒന്ന് അറ്റാക്ക് ചെയ്യും എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. ന്യൂസിൽ പറയുന്നത് സമ്മർ സ്ലാം, റൂമറിൽ പറയുന്നത് റസൽമേനിയ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുക. അതായത് റസൽമേനിയയ്ക്ക് ശേഷം നടക്കുന്ന റോ, അതായത് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡ് യാതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളും സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസ് എല്ലാം നമ്മൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. കാരണം എല്ലാ റസൽമേനിയ കഴിയുമ്പോഴും റസൽമേനിയ റോ WWE അങ്ങനെയാണ് നടത്താറുള്ളത്. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ആ ഷോയിൽ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.